ഇന്ത്യയിലെ തെരുവുനായ പ്രശ്നം വന്ധ്യംകരണത്തിലൂടെ മാത്രം പരിഹരിക്കാം എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ, ഷെൽട്ടറിലാക്കിക്കൊണ്ട് പരിഹരിക്കാം എന്ന് കരുതുന്നുവെങ്കിൽ, കൊന്നു മാത്രം പരിഹരിക്കാം എന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കിയിട്ടില്ല. നായ മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ഈ വിഷയത്തെ മനസ്സിലാക്കാൻ തയ്യാറാകാത്ത മനോഭാവവും ഈ പ്രതിസന്ധിയുടെ ഭാഗമാണ്. എൻ്റെ പേര് ഡോക്ടർ കിഷോർ. 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു വെറ്റിനറി ഡോക്ടർ. 6 വർഷം തെരുവിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന നായ്ക്കളോടൊപ്പം നേരിട്ട് പ്രവർത്തിച്ചു. സിസ്റ്റത്തിനുള്ളിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചു. പദ്ധതികൾ രൂപപ്പെടുത്തി നയങ്ങൾ സംരക്ഷിച്ചു. അപ്പോൾ ഞാനൊരു കാര്യം പഠിച്ചു. ശാസ്ത്രത്തെ കാട്ടിക്കൂട്ടുകളേക്കാൾ മുകളിൽ വെച്ചാൽ എല്ലാ സമയത്തും അംഗീകാരം ലഭിക്കണമെന്നില്ല. ഇപ്പോൾ ഞാൻ കാനഡയിൽ വെറ്റിനറി ഡോക്ടറായി ജോലി നോക്കുന്നു. ഈ വീഡിയോ എൻ്റെ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസും റിസർച്ചിൻ്റെയും ഫലമാണ്. ഈ വീഡിയോയ്ക്ക് ലൈക്കും വേണ്ട, കമൻറ്റും വേണ്ട. നിങ്ങൾ ഇത് പരമാവധി ഷെയർ ചെയ്യുക. ആൾക്കാരിൽ അവബോധം സൃഷ്ടിക്കുക. മണ്ടൻ വാദങ്ങൾ പറയുന്നവരെ, കള്ളം പറയുന്നവരെ നിങ്ങൾ തിരിച്ചറിയുക. ഇന്ത്യക്ക് കൂടുതൽ ഉച്ചത്തിലുള്ള സംവാദങ്ങൾ അല്ല വേണ്ടത്. ഇന്ത്യയിൽ ഈ പ്രശ്നം എന്തുകൊണ്ട് മാറുന്നില്ലെന്നുള്ള സത്യമാണ് അറിയേണ്ടത്. ഈ പ്രശ്നം എന്തുകൊണ്ട് അവസാനിക്കുന്നില്ലെന്ന് ഇന്ന് ഞാൻ വിശദീകരിച്ചു തരാം. നമുക്കെല്ലാം ലളിതമാക്കാം. കൊച്ചി എടുത്തു നോക്കാം. ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതിയിൽ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററായി ഞാൻ ജോലി ചെയ്ത സ്ഥലം. എളുപ്പത്തിൽ മനസ്സിലാക്കാനായി കൊച്ചിയിൽ 10,000 തെരുവ് നായ്ക്കളുണ്ടെന്ന് കരുതാം. ഇനി മുതൽ ഈ സംഖ്യയാണ് നമ്മൾ ഉടനീളം ഉപയോഗിക്കുന്നത്. 10,000. ഇനി ശ്രദ്ധിച്ചു കേൾക്കൂ. ഏതൊരു പ്രദേശത്തെയും തെരുവ് നായ്ക്കളുടെ എണ്ണം 2 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഭക്ഷിക്കാവുന്ന മാലിന്യം, പിന്നെ ഷെൽട്ടറും. കൊച്ചിയിൽ 10,000 തെരുവ് നായ്ക്കൾ ഉണ്ടെങ്കിൽ അവിടെ 10,000 നായ്ക്കളെ താങ്ങാനുള്ള വിഭവങ്ങൾ ഉണ്ടെന്നാണ് അർത്ഥം. ഈ സംഖ്യയാണ് നമ്മൾ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. 10,000 നായ്ക്കൾക്ക് ഭക്ഷണം ലഭിക്കുന്നിടത്തോളം കാലം അവിടെ 10,000 നായ്ക്കൾ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. നഗരം വളരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മാലിന്യം വർദ്ധിക്കുന്നു. മാലിന്യ സംസ്കരണം പരാജയപ്പെടുന്നു. താൽക്കാലിക ജനസംഖ്യ വർദ്ധിക്കുന്നു. ഭക്ഷ്യമാലിന്യം അവിടെ വളരെ കൂടുന്നു. ഭക്ഷണം കൂടുമ്പോൾ നായ്ക്കളും കൂടും. നായ്ക്കൾ വികാരപരമായി വർദ്ധിക്കുന്നില്ല. പരിസ്ഥിതി ശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ചാണ് അവ വർദ്ധിക്കുന്നത്. പരിഹാരങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് 4 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ബർത്ത് ടു ഡെത്ത് റേഷ്യോ, ലിവബിലിറ്റി, റീപ്രൊഡക്ഷൻ സർവൈവൽ സ്ട്രാറ്റജി ആൻഡ് ക്യാപ്ചർ റേറ്റ്. ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മണ്ടൻ തീരുമാനങ്ങളിലോ കള്ളപ്രഖ്യാപനങ്ങളിലോ നിങ്ങൾ വീഴില്ല. ആദ്യമായി ബർത്ത് ടു ഡെത്ത് റേഷ്യോ. ഭക്ഷണം ധാരാളമുണ്ടെങ്കിൽ പെൺനായകൾ കൂടുതൽ പ്രസവിക്കും. കുഞ്ഞുങ്ങളുടെ ലിവബിലിറ്റി കൂടും. മുതിർന്ന നായ്ക്കൾ മരണനിരക്ക് കുറയാം. ജനനം കൂടും, മരണം കുറയും, ജനസംഖ്യ ഉയരും. ഇനി ഭക്ഷണം കുറയ്ക്കൂ. മത്സരം കൂടും, പ്രജനനം കുറയും, മരണം കൂടും, പ്രകൃതി എണ്ണം തിരുത്തും. ഇനി ലിവബിലിറ്റി എന്ന് പറയുന്നത്, ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ എത്ര പേർ പ്രായപൂർത്തിയാകുന്നു? 10ൽ 2 പേർ, അല്ലെങ്കിൽ അതിലും കുറവ്. പക്ഷേ ഭക്ഷണം കൂടുമ്പോൾ ലിവബിലിറ്റി കൂടും. കൂടുതൽ കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കും. ഇപ്പോൾ പലരും അവഗണിക്കുന്ന ഒരു ഭാഗമുണ്ട്. നായ്ക്കളെ ഷെൽട്ടറിലാക്കുകയോ കൊല്ലുകയോ ചെയ്താൽ മത്സരം കുറയുമെന്നാണ് കരുതുന്നത്. ഇതൊരു ശൂന്യതയാണ് ഉണ്ടാക്കുന്നത്. ആ പ്രദേശത്തെ ലിവബിലിറ്റി കൂടും. പ്രകൃതി നമ്മുടെ ഇടപെടലിന് ഇവിടെ പ്രതിഫലം നൽകുന്നില്ല, മറിച്ച് അസന്തുലിതാവസ്ഥയെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ തെരുവ് നായ്ക്കളുടെ നിലനിൽപ്പിൻ്റെ ഒരു തന്ത്രത്തെക്കുറിച്ച് നമുക്ക് പറയാം. ഒരു പെൺനായക്കുഞ്ഞ് 6 മാസത്തിനുള്ളിൽ പ്രജനശേഷിയുള്ളതായി മാറും. 1 വർഷത്തിൽ 2 പ്രാവശ്യം പ്രസവിക്കും. ഓരോ പ്രസവത്തിലും 6 കുഞ്ഞുങ്ങൾ എന്ന് കരുതാം. അതിൽ 3 പെൺകുഞ്ഞുങ്ങൾ 6 മാസത്തിൽ പ്രജനനത്തിന് തയ്യാറാകും. ഇപ്പോൾ 4 പ്രജനനത്തിന് തയ്യാറായ പെൺനായ്ക്കളുണ്ട്. ആദർശമായ സാഹചര്യത്തിൽ രോഗമില്ല, ധാരാളം ഭക്ഷണം, മരണം കുറവ്. ആ 4 പെൺനായ്ക്കൾക്ക് തിയറിറ്റിക്കലി 6 വർഷത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് നായ്ക്കളെ ഉൽപ്പാദിക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ആ സംഖ്യയിലേക്ക് നാം എത്തുന്നില്ല. കാരണം അവിടെ മരണനിരക്ക്
സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ലിവബിലിറ്റിയെക്കുറിച്ച് ഇവിടെ ഓർക്കുന്നത് നല്ലതാണ്. നഗരത്തിലെ സ്വതന്ത്രമായി ജീവിക്കുന്ന നായ്ക്കളുടെ പ്രജനനശേഷിയെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണരുത്. നിയന്ത്രണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ പല ഭ്രമങ്ങളെയും തകർക്കുന്ന ഒരു വാക്കുണ്ട്, ക്യാപ്ചർ റേറ്റ്. ക്യാപ്ചർ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു ജനസംഖ്യയിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എത്ര നായ്ക്കളെ പിടികൂടാൻ കഴിയും എന്നതാണ് ക്യാപ്ചർ റേറ്റ്. കൊച്ചിയിൽ 10,000 നായ്ക്കളുണ്ടെങ്കിൽ 2,000 നായ്ക്കളെ ഒരു വർഷം നിങ്ങൾ പിടികൂടിയാൽ ക്യാപ്ചർ റേറ്റ് എന്ന് പറയുന്നത് 20%. ABC-ക്ക് ക്യാപ്ചർ റേറ്റ് വേണം, ഷെൽട്ടറിങ്ങിന് ക്യാപ്ചർ റേറ്റ് വേണം, കില്ലിങ്ങിനും ക്യാപ്ചർ റേറ്റ് വേണം. ക്യാപ്ചർ ഇല്ലെങ്കിൽ കൺട്രോൾ നടക്കില്ല. വലിയ പോപ്പുലേഷനിൽ ക്യാപ്ചർ റേറ്റ് സാധാരണയായി 11 മുതൽ 15% വരെയാണ് കാണുക. അപൂർവമായി നമുക്ക് വേണമെങ്കിൽ 40% ഒക്കെ എത്താൻ പറ്റിയാലായി. പക്ഷേ ഒരിക്കലും 100% ആവുന്നില്ല. അതാണ് എല്ലാം മാറ്റുന്നത്. ആദ്യം ABCയെക്കുറിച്ച്. ഇന്ത്യൻ നിയമപ്രകാരം തെരുവ് നായ്ക്കളെ കൊല്ലാൻ പാടില്ല. വന്ധ്യകരണം ചെയ്ത് വാക്സിനേഷൻ ചെയ്ത് അതേ സ്ഥലത്ത് തിരിച്ചുവിടണം. ജനസംഖ്യ കുറയ്ക്കാൻ ഒരു ബ്രീഡിംഗ് സീസണിനുള്ളിൽ മിനിമം 70% നായ്ക്കളെയെങ്കിലും ശസ്ത്രക്രിയ ചെയ്യണം. കൊച്ചിയിൽ 6 മാസത്തിൽ 7,000 നായ്ക്കൾ. ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയും. പക്ഷേ 7,000 നായ്ക്കളെ 6 മാസത്തിനുള്ളിൽ പിടികൂടാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സത്യസന്ധമായ ഉത്തരം ഇല്ല എന്നുള്ളതാണ്. ക്യാപ്ചർ റേറ്റ് അത് തടയും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 2,000 നായ്ക്കളെ വന്ധ്യീകരിക്കും, വാക്സിനേഷൻ ചെയ്യും, ഇണചേരൽ കുറയും, പ്രദേശത്തെ പോപ്പുലേഷനിൽ ഒരു സ്ഥിരത കൈവരും. പക്ഷേ ക്യാരിയിങ് കപ്പാസിറ്റി അപ്പോഴും കുറയുന്നില്ല. വന്ധ്യീകരിച്ച നായ്ക്കൾ മരിക്കുമ്പോൾ പുതിയ നായ്ക്കൾ ആ സ്ഥലം നിറയ്ക്കും. നഗരം വീണ്ടും പഴയ 10,000-ലേക്ക് മടങ്ങും. അടുത്തത് ഷെൽട്ടറിംഗ് ആണ്. പിടിച്ചു കൊണ്ടുപോകൂ എന്നാണ് എല്ലാവരും പറയുന്നത്. കണക്ക് കൂട്ടാം. 2,000 നായ്ക്കളെ പിടികൂടി ഷെൽട്ടറിലാക്കി. ഇപ്പോൾ തെരുവിൽ 8,000 നായ്ക്കൾ മാത്രമാണെന്ന് പലരും കരുതുന്നു. അല്ല, നിങ്ങൾ ഒരു ശൂന്യത സൃഷ്ടിച്ചു. അവിടെ ലിവബിലിറ്റി കൂടുന്നു, മൈഗ്രേഷൻ നടക്കും. അല്പമാസങ്ങൾക്കുള്ളിൽ തന്നെ കൊച്ചിയിലെ പോപ്പുലേഷൻ വീണ്ടും ഈ പറഞ്ഞ പഴയ 10,000-ലേക്ക് വരും. അതിനോടൊപ്പം നമുക്ക് ഒരു അഡീഷണൽ 2,000, മൊത്തം 12,000 നായ്ക്കൾ. നിങ്ങൾ പ്രശ്നം കുറയ്ക്കുകയല്ല ചെയ്തത്, വഷളാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഏറ്റവും വികാരപരമായ വിഷയം മാസ് കള്ളിങ്ങിൽ അല്ലെങ്കിൽ കൊല്ലൽ. 2,000 നായ്ക്കളെ നീക്കിയാൽ 8,000 നായ്ക്കൾ ഉള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. അല്ല, 2,000 നായ്ക്കളെ നീക്കുമ്പോൾ മത്സരം കുറയും, ലിവബിലിറ്റി കൂടും, ആ പ്രദേശത്ത് കൂടുതൽ മൈഗ്രേഷൻ നടക്കും, ആ വാക്യത്തിലേക്ക് കൂടുതൽ നായ്ക്കൾ വരും, നഗരം ക്യാരിയിങ് കപ്പാസിറ്റിയിലേക്ക് വീണ്ടും മടങ്ങും. ഇപ്പോൾ ഇന്ത്യയുടെ പുറത്തേക്ക് നമുക്കൊന്ന് പോകാം. പ്രൊജക്റ്റ് ഇസബെല്ല ഇൻ ഗാലപ്പഗോസ് ദ്വീപുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആനിമൽ ഇറാഡിക്കേഷൻ പദ്ധതികളിൽ ഡോക്യുമെൻറ്റഡ് ആയ ഒന്ന്. അവർ നീക്കം ചെയ്തത് 1,40,000 കാട്ടാടുകളെ. ഒറ്റപ്പെട്ട ദ്വീപുകൾ, തിരക്കേറിയ നഗരങ്ങളില്ല, ട്രാഫിക്കില്ല, ഹെലികോപ്റ്ററുകൾ ഉണ്ടായിരുന്നു, തെർമൽ ഇമേജിങ്ങുകൾ ഉണ്ടായിരുന്നു, GPS ട്രാക്കിംഗ് ഉണ്ടായിരുന്നു, ഷാർപ്പ് ഷൂട്ടേഴ്സ് ഉണ്ടായിരുന്നു. മില്യൺ കണക്കിന് ഡോളർ അവർ ചെലവഴിച്ചു. എന്നിട്ടും ഏകദേശം 1,40,000 ആടുകളെ ഇല്ലാതാക്കാൻ 10-ൽ മുകളിൽ വർഷങ്ങളെടുത്തു ഒറ്റപ്പെട്ട ദ്വീപുകളിൽ. ചിന്തിക്കൂ, കൊച്ചി ഒരു ഒറ്റപ്പെട്ട ദ്വീപല്ല, ഡൽഹി ഒരു ഒറ്റപ്പെട്ട ദ്വീപല്ല, മുംബൈ ഒരു ഒറ്റപ്പെട്ട ദ്വീപല്ല. ഇവയെല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ട സങ്കീർണ നഗര പരിസ്ഥിതികളാണ്. തെരുവ് നായ്ക്കൾ ബുദ്ധിയുള്ളവരാണ്. അവർ പൊരുത്തപ്പെടും. പിടികൂടൽ ശ്രമങ്ങളിൽ നിന്ന് അവർ പഠിക്കും. വലിയ തോതിൽ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ചുരുങ്ങിയ സമയത്ത് 100% നീക്കം സാധ്യമല്ല. അതിവേഗം നീക്കം ചെയ്യാൻ കഴിയാത്ത പക്ഷം ബർത്ത് ടു ഡെത്ത് റേഷ്യോ മാറും, ലിവബിലിറ്റി കൂടും, മൈഗ്രേഷൻ ശൂന്യത നിറയ്ക്കും, ജനസംഖ്യ വീണ്ടും ക്യാരിയിങ് കപ്പാസിറ്റിയിലേക്ക് മടങ്ങും. ഹ്യൂമെയിൻ യൂത്തനേഷ്യയിൽ പോലും ആദ്യം ക്യാപ്ചർ ആവശ്യമുണ്ട്, സെഡേഷൻ വേണം, IV ആക്സസ് വേണം, പ്രൊസീജിയറുകളാണ്. ആയിരക്കണക്കിന് നായ്ക്കൾ മാസങ്ങൾക്കുള്ളിൽ. പരിമിതമായ ക്യാപ്ചർ റേറ്റ് ഉപയോഗിച്ച് ഇത് ആളുകൾ കരുതുന്ന പോലെ ഒട്ടും എളുപ്പമല്ല. അതിനാൽ സത്യം ഇതാണ്, ക്യാപ്ചർ റേറ്റ് കുറവായതിനാൽ ABC ബുദ്ധിമുട്ടുന്നു. ഷെൽട്ടേഴ്സ് ശൂന്യത സൃഷ്ടിക്കും, ബാധ്യത ഇരട്ടിയാക്കുകയും ചെയ്യുന്നു. കില്ലിംഗ് പകരം നായ്ക്കളെ കൊണ്ടുവരികയും ക്യാപ്ചർ റേറ്റിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു.
ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ആദ്യം ചെയ്യണം. ഭക്ഷ്യമാലിന്യം തെരുവിലേക്ക് വലിച്ചെറിയുന്നത് കുറയ്ക്കണം. നിങ്ങളുടെ വീട്ടിൽ നിന്ന്, റെസ്റ്റോറൻറ്റുകളിൽ നിന്ന്, ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന്. ഒരു നഗരം 10,000 നായ്ക്കൾക്ക് ഭക്ഷണം സൃഷ്ടിച്ചാൽ അവിടെ 10,000 നായ്ക്കൾ ഉണ്ടായിരിക്കും. ഭക്ഷ്യമാലിന്യം നിലനിൽക്കുമ്പോൾ വന്ധ്യീകരണം കൊണ്ട് മാത്രം പരിഹാരമുണ്ടാവില്ല. ക്യാരിയിങ് കപ്പാസിറ്റി നിലനിൽക്കുമ്പോൾ ഷെൽട്ടർ കൊണ്ട് മാത്രം പരിഹാരം ഉണ്ടാവില്ല. എക്കോളജി നിലനിൽക്കുമ്പോൾ കില്ലിംഗ് കൊണ്ട് മാത്രം പരിഹാരം ഉണ്ടാവുകയേയില്ല. ഇത് നായ പ്രശ്നം മാത്രമല്ല, ഇത് സങ്കീർണമായ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണ്. ഇത് വളരെ കോംപ്ലക്സ് ആയ ഒരു സാമൂഹിക സാമ്പത്തിക പ്രശ്നമാണ്. അടുത്ത വീഡിയോയിൽ ഘട്ടം ഘട്ടമായി യുക്തിസഹമായ നിയന്ത്രണ മാർഗങ്ങൾ ഈ സംഖ്യ എങ്ങനെ കുറയ്ക്കാമെന്ന് ഞാൻ പറയാം. ടിൽ ദെൻ, ഗുഡ് ബൈ.